നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം മറ്റൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. അതായത് ഡി മണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, പുതിയ കഥാപാത്രം എത്തിയിരിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ ഇതുവരെയും പുറത്തേക്ക് വരാത്ത കൽപേഷ്, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ടായിരുന്നു. ഈ ഡി മണിയും അതുപോലെ തന്നെ ആകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് ഒരു മുഖം എന്തായാലും വന്നിട്ടുണ്ട്. താൻ ഡി മണി അല്ല എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. എന്താണ് എന്നറിയില്ല. ഒരു ദിശാബോധം നഷ്ടപ്പെട്ടതുപോലെ ഇല്ലേ ഇപ്പോഴത്തെ ഒരു... അല്ല, തീർച്ചയായിട്ടും കുമാറെ, ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ സത്യം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ കുറേ സത്യമുണ്ട്. എന്നാൽ എല്ലാം അങ്ങ് നമുക്ക് തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. കാര്യം നമ്മളിതിൽ ആദ്യം മുതൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊരു അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ അതൊരു അവിതർക്കിതമായ കാര്യമാണ്. അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്, അല്ലേ? അതിപ്പോൾ SIT സമ്മതിക്കുന്നുണ്ട്, വിജിലൻസ് സമ്മതിക്കുന്നുണ്ട്, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ പല ഘട്ടങ്ങളിലും മൊഴി കൊടുത്തവരൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അടക്കം, അല്ലേ? രമേശ് ചെന്നിത്തല അടക്കം അത് ശരിവെക്കുന്നുണ്ട്. എന്തായാലും ആരാണ് ഈ പറയുന്ന വൈദേശിക ബന്ധത്തിനൊരു ഇടനിലക്കാരൻ? ആരാണ്? അതൊരു വലിയ പുള്ളിയാണ്. അതുമാത്രമല്ല, ഇതിൽ മറ്റ് മറുഭാഗത്ത് ഇനിയും പിടികെട്ടാതെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? SITയുടെ അന്വേഷണം ശരിയായ പാതയിലാണോ? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. പ്രത്യേകിച്ചും ഇതിൽ ഈ പത്മകുമാറിൻ്റെ അറസ്റ്റ്, പത്മകുമാറിൻ്റെ അറസ്റ്റ് വരെ ഇത് കൃത്യമായ ഒരു ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാമായിരുന്നു അടുത്ത ഘട്ടത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഈ പത്മകുമാർ അറസ്റ്റിലായതിനു ശേഷം ഇതിന് വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ. കാര്യം, ഇതിൽ പത്മകുമാറിനൊപ്പം അറസ്റ്റിലാകേണ്ട കുറേ ആൾക്കാർ അവർ അറസ്റ്റിലാകുന്നില്ല. അവരെ ചോദ്യം ചെയ്യലിന് SIT വിളിപ്പിച്ചിട്ടും പലവരും അവധിക്ക് നിൽക്കുകയാണ്. പലവരും ഒഴിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുൻകൂർ ജാമ്യത്തിന് സുപ്രീം കോടതിയിൽ വരെ അവർ അപേക്ഷിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും പത്മകുമാറിനൊപ്പം ഉണ്ടായിരുന്ന KP ശങ്കർദാസിൻ്റെ മകൻ ആരാണെന്നറിയാം, ഹരിശങ്കർ, പഴയ SP ആണ് പമ്പയിൽ. യുവതീ പ്രവേശന വേളയിൽ യുവതികളെ കയറ്റാൻ പമ്പയിൽ നിന്ന് സന്നിധാനം വരെ അവരെ ഒരു കുഴപ്പവുമില്ലാതെ എത്തിക്കുന്ന ചുമതല ഇദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതിനുള്ള നിർദ്ദേശം, മുഖ്യമന്ത്രിയുമായി വലിയ അടുപ്പമുള്ള രാഷ്ട്രീയ നേതാവും കൂടിയാണ് ഈ ശങ്കർദാസും. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ളതാണ്. ഇത് നമ്മുടെ ചർച്ചകൾ സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർ ഇതിൽ എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. നമ്മളിതിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈദരാബാദ് ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അന്വേഷണം ആ വഴിക്ക് നീങ്ങിയിരുന്നില്ല. അപ്പോൾ ആ വഴി മനഃപൂർവ്വം ഉപേക്ഷിച്ചാണോ? കാര്യം, അതിൻ്റെയൊക്കെ വ്യക്തമായ തെളിവുകൾ നമ്മളന്ന് പുറത്തുവിട്ടിരുന്നതാണ്. CK വാസുദേവൻ എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഒരു കക്ഷി, അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരി ഭർത്താവായിട്ടുള്ള മറ്റൊരാൾ ഹരികുമാർ, അശ്വതി ഹീടെക്, ഹൈദരാബാദിൽ ബാംഗ്ലൂരിലെ അശ്വതി ഹീടെക്കുമായിട്ടൊക്കെ ബന്ധമുള്ള അവരെങ്ങനെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളന്ന് വളരെ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. ശബരിമലയിലെ പുതിയ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചത് ഫീനിക്സ് ഗ്രൂപ്പ് ആണെങ്കിൽ അന്ന് ആ കൊടിമരത്തിലെ വാജിവാഹനവും മറ്റ് അഷ്ടദിക് പാലകരുടെ വിഗ്രഹവും ഒക്കെ സ്ഥാപിച്ചത് ഈ കൂട്ടരാണ്. ഈ പറഞ്ഞ CK വാസുദേവനും ഹരികുമാറും ഒക്കെ ചേർന്നിട്ടാണ്. പക്ഷേ SITയുടെ റിപ്പോർട്ടിൽ ഒരിക്കൽ പോലും ആ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടില്ല. കാര്യം, അവരും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് വലിയ രീതിയിലുള്ള സ്പോൺസർഷിപ്പുകൾ ശബരിമലയിൽ നടത്തിയതാണ്. 35 ലക്ഷം രൂപയ്ക്ക് 2 മണികൾ സ്ഥാപിക്കുന്നു. അതുകൂടാതെ ഈ ധ്വജപ്രതിഷ്ഠാ വേളയിൽ 8 ലക്ഷം രൂപയുടെ ചെക്കാണ് ഈ ഹരികുമാർ ശബരിമലയിൽ കൊടുക്കുന്നത്. പക്ഷേ ഇതൊന്നും വലിയ രീതിയിൽ പരാമർശിച്ച് കാണപ്പെട്ടിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്താണെന്നുള്ള കാര്യങ്ങളും ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ മലയാളത്തിലെ മാധ്യമങ്ങളും ഈ വഴിയെ കുറച്ച് പോയതാണ്. പക്ഷേ അവരുമൊക്കെ ഇപ്പോൾ ഇത് ഉപേക്ഷിച്ച് ഈ മണിക്ക് പിന്നാലെ പോവുകയാണ്. പക്ഷേ ഈ മണി വെറും മണിയാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. ഈ ഒരു കഥാപാത്രം പെട്ടെന്ന് എങ്ങനെ ഇതിലേക്ക് പൊട്ടി വീഴുന്നു? അദ്ദേഹത്തിന് എന്താണ് ഇതിൽ പങ്ക്? ഇപ്പം ഇന്നൊരു മണിയെ SIT ചോദ്യം ചെയ്യുന്നത് മലയാളത്തിലെ ചാനലുകൾ മത്സരിച്ചാണ് കഥവിനിടയിലൂടെയുള്ള ദൃശ്യങ്ങൾ പകർത്തി കാണിച്ചത്. ഞങ്ങളാണ് ആദ്യം മണിയുടെ വിഷ്വൽ പുറത്തുവിടുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ മണി പറയുന്നു, ഞാനല്ല നിങ്ങൾ ഉദ്ദേശിച്ച മണി, ഞാൻ D മണിയാണ്, മറ്റേത് MS മണിയാണ്, ഇല്ലേ? അല്ല, മറ്റേത് D മണിയാണ്, ഞാൻ MS മണിയാണെന്നുള്ള രീതി. ഇതിൽ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ അല്ല, ഈ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ SIT ചോദ്യം ചെയ്യുന്നത് അതീവ രഹസ്യമായിട്ടാണ്. മാധ്യമങ്ങളെ 7 അയലത്ത് പോലും അടുപ്പിക്കാതെയാണ് SIT ചോദ്യം ചെയ്തത്. കോടതി നിർദ്ദേശം അതുതന്നെയായിരുന്നു. ഈ പറയുന്ന വിവരങ്ങൾ നൽകിയ വ്യവസായിയെയും ചോദ്യം ചെയ്തിരിക്കുന്നതും വളരെ രഹസ്യമായിട്ടാണ്. ആ വ്യവസായിയുടെ ഐഡന്റിറ്റി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ സമയത്ത് ഈ പറയുന്ന മണിയെ മാത്രം ഈ കഥയിലൂടെ അല്ല, അതും കുമാർ ആലോചിക്കണം.
ഈ മലയാളം മീഡിയയ്ക്കൊന്നും അധികം ആക്സസ് ഇല്ലാത്തൊരു സ്ഥലം ഡിണ്ടുഗലിലാണ്. ഒന്നുകിൽ ചെന്നൈയിൽ നിന്ന് യൂണിറ്റ് അവിടെ എത്തണം, ഇല്ലെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് യൂണിറ്റ് അവിടെ ചെല്ലണം. അപ്പോൾ ഈ ഡിണ്ടുഗലിൽ ഇത്രയും മാധ്യമം, അതിപ്പോൾ ആദ്യം ഒരു ചാനൽ വിടുന്നു ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് വിഷ്വലാണെന്ന്, തൊട്ടു പിന്നാലെ മറ്റെല്ലാ മാധ്യമങ്ങളിലും ഈ വിഷ്വൽ, അപ്പോൾ എല്ലാം കഥകളിനിടയിലൂടെ ഈ വിഷ്വൽ വന്നിട്ടുണ്ട്. ഒന്നുകിൽ ഇതൊരു സ്ട്രിങ്ങർ ക്യാമറമാൻ പകർത്തിയിട്ട് എല്ലാവർക്കും വിഷ്വൽ കൊടുത്തതാണ്, ഇല്ലെങ്കിൽ വളരെ പ്ലാൻഡ് ആയിട്ട് SIT തന്നെയാണ് ഈ ഒരു വിഷ്വൽ പുറത്ത് വിടാനുള്ള ഒരു ഇത് വിട്ടത്. ഒന്നുകിൽ ഇതിനകത്തൊരു വലിയ രഹസ്യ സ്വഭാവത്തിൽ മറ്റെന്തോ അവർ ഇതിനകത്ത് ഹൈഡ് ചെയ്യുന്നുണ്ട് ബോധപൂർവം. ഇല്ലാന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഒരു എല്ലും കഷ്ണം ഇട്ടുകൊടുത്തുകൊണ്ട് ഇവർ മറുവശത്തോടുകൂടി അന്വേഷണം ശരിയായ പാതയിൽ പോകുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കരുതാൻ. ഇതിലെന്തോ ആണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ ഈ പറയുന്ന SIT ടോട്ടലി വഴിതെറ്റിയിരിക്കുന്നു അന്വേഷണത്തിൽ, ഇല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് അവർ മറച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് തൽക്കാലത്തേക്ക് കടിച്ചു വലിക്കാൻ ഒരു എല്ലിൻ കഷ്ണം മുന്നിലേക്ക് ഇട്ടുകൊണ്ട് മറ്റൊരു പാതയിലൂടെ അവരുടെ അന്വേഷണം കൃത്യമായി മുന്നേറുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. അവിടെ നമുക്ക് രണ്ട് പാത കാണാനും കഴിയും. ഇപ്പോൾ ഈ ഡിണ്ടിക്കലിലേക്ക് എത്തിയിരിക്കുന്ന SIT ഒരു ഭാഗം എത്തുമ്പോൾ മറുഭാഗം ഈ ഗോവർദ്ധന്റെ റൊദ്ദം ജ്വല്ലറി കേന്ദ്രീകരിച്ച് ബല്ലാരിയിൽ വലിയ പരിശോധന നടത്തുകയാണ്. അപ്പോൾ അത് നമ്മൾ കാണണം. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഹൈദരാബാദിലേക്കുള്ള ഒരു യാത്ര ഡിണ്ടിഗലിലേക്ക് ആരെങ്കിലും തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ഈ ഹൈക്കോടതി നേതൃത്വത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തെ പ്രത്യക്ഷമായി അട്ടിമറിക്കാൻ പ്രയാസമാണ് എന്ന് കരുതിയ പരോക്ഷമായി അട്ടിമറിക്കാൻ SIT ഈ പറഞ്ഞ ഡിണ്ടുകലും മണിയും ഒക്കെ വരുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിന് ശേഷമാണ്. സ്മാർട്ട് ക്രിയേഷൻസ് ഇതിലുള്ള പങ്ക് ചെറുതല്ല. ഇത് നമ്മൾ ഡേ 1 മുതൽ പറയുന്ന കാര്യമാണ്. കാര്യം മറ്റു മാധ്യമങ്ങൾ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയും മുമ്പേ പറഞ്ഞ മാധ്യമമാണ് നമ്മൾ. അവിടുത്തെ ഉടമ ഈ ശബരിമലയിലെ സ്വർണം അവിടെ കൊണ്ടുപോയി എക്സ്ട്രാക്ട് ചെയ്ത് പൂശുന്നതിന്റെ മഹിമ വിവരിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ വന്ന ദിവസം നമ്മൾ ആ വീഡിയോ വെച്ച് സ്റ്റോർ ചെയ്തിരുന്നു. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയ്തികളെ ശരിവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2009 സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യമായി ശബരിമലയിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തുന്നത്. അന്ന് അവർ ഇവിടെ സന്നിധാനത്ത് വന്നാണ് പണി ചെയ്യുന്നത്. ഇത് പറയുന്നത് മറ്റാരുമല്ല, അവരുടെ സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ്. അങ്ങനെ ഇവിടെ വന്ന് പണി ചെയ്തവർക്ക് വേണ്ടി എന്തുകൊണ്ട് 10 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ സാധനങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നു? അപ്പോൾ ഈ 10 വർഷം കൊണ്ട് അവിടെ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായി ശബരിമലയിലെ ഈ സ്വർണം കൊള്ളയ്ക്ക് പിന്നിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് വേണം ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ എത്രത്തോളം ഞാൻ അന്നും പറഞ്ഞിരുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത് ശബരിമല മാധ്യമങ്ങളിൽ നിന്ന് പോകുമെന്ന്. ഇപ്പോൾ അത് വീണ്ടും തിരിച്ചു വരികയാണ്. ഇപ്പോൾ വീണ്ടും അതൊരു പ്രധാന വാർത്തയായി എല്ലാ ദിവസവും വരികയാണ്. പക്ഷെ ഇനി വരുമ്പോഴെങ്കിലും ഇതിലെ ഒരു സത്യാവസ്ഥ, കൃത്യമായി എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു കാര്യം മറ്റാരും കണ്ടെത്തില്ലെങ്കിൽ നമ്മളെങ്കിലും അത് കണ്ടെത്തുന്നു. കാര്യം തത്വമയ ഡേ 1 മുതൽ ഇതിൻ്റെ ബാക്കി എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ വാർത്തകളുടെ കുത്തൊഴുക്കിൽ ഇടയ്ക്ക് വെച്ചത് പോയെങ്കിലും നമ്മളും അന്വേഷണം വിട്ടിട്ടില്ലായിരുന്നു. നമ്മൾ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. SITയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. കാര്യം കോടതിയുടെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് SITയുടെ നിർദ്ദേശങ്ങൾക്ക് കൂടി വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ SIT ബോധപൂർവം മാധ്യമങ്ങളെ വഴിതെറ്റിക്കുകയാണോ അതോ അവരുടെ വഴി തെറ്റിയതാണോ എന്നുള്ളതാണ് ഇനി തെളിയാനുള്ളത്. എന്തായാലും കൃത്യമായ ഒരു ദിശ അത് നൽകുന്നതിന് പകരം അതിനെ ഡീവിയേറ്റ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ, അതോ അന്വേഷണം മുന്നോട്ട് തന്നെയാണോ? ഈ കാര്യങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേരളത്തിന് ബോധ്യപ്പെടും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. നമസ്കാരം.